ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ അബായയിലും അതുപോലെ കുർത്തിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറിലെ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു പാക്കറ്റിന് 30 രൂപയാണ്. അടുത്തത് ബ്ലാക്ക് കളറിലെ ഷുഗർ ബീഡ്സ് ആണ് വേണ്ടത്. എനിക്ക് ഷുഗർ ബീഡ്സ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിനേക്കാൾ കുറച്ച് വലിയൊരു ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് കളറിലെ 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടിനും ഓരോ പാക്കറ്റിന് 20 റുപ്പീസ് ആണ് വരുന്നത്. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ ഫ്രെയിമിൽ ടൈറ്റ് ആയിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഡ്സ് ഒക്കെ തുന്നാൻ ഉപയോഗിക്കുന്ന നേരിയ നീഡിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നോർമൽ മെഷീൻ ത്രെഡ് 2 ലെയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ബ്ലാക്ക് ഡിസൈൻ ചെയ്യുന്നതായതുകൊണ്ട് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. ഫസ്റ്റ് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഡിസൈനിന്റെ സെന്റർ വരുന്നത്. ഇതിനു ചുറ്റും ബീഡ്സ് ആണ് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബീഡ്സ് ആവശ്യമുള്ളത് അതിങ്ങനെ സൂചിയിൽ കോർത്തെടുക്കണം. എന്നിട്ട് ഇതിനു ചുറ്റും ഇങ്ങനെ കറക്റ്റ് ആണോ നോക്കാം. ഇനി 2 ബീഡ്സുകൾ ഇടവിട്ടിട്ട് ബീഡ്സുകളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ബീഡ്സ് ഉള്ള ത്രെഡിനെ ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനാണ് ലോക്ക് ചെയ്യാന്ന് പറയുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്തത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോഴാണ് മനസ്സിലാവുക, അതുകൊണ്ടാണ്. ഇനി ഇതിനു ചുറ്റും അടുത്ത ലെയർ ആയിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതും ലോക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിന് ചുറ്റും 2 ബീഡ്സ് ആണ് തുന്നി കൊടുക്കുന്നത്. ബീഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അബായയിലാണ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കിൽ മാത്രമല്ല ഗോൾഡനിലും സിൽവറിലും ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ മിനിമം 50 റുപ്പീസ് എങ്കിലും ഈ ഒരു ഡിസൈൻ മാത്രമായിട്ട് വാങ്ങിക്കും. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ അബായ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.